എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് വെച്ചാൽ മൽബറി ഇല തോരനാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്കായിട്ട് പറയാണ്, ഇതെന്ന് വെച്ചാൽ നിരവധി ഔഷധ ഗുണങ്ങളുള്ള ഒരിലയാണ്. ഇപ്പോൾ നമ്മൾ ഷുഗർ കൊളസ്ട്രോളൊക്കെ ഉള്ളവരാണെന്ന് വെച്ചാൽ ഇത് അവരുടെ ഫുഡിൽ ഡെയിലി ഉൾപ്പെടുത്താന്ന് വെച്ചാൽ അത് നന്നായിട്ട് തന്നെ കുറയാനായിട്ട് സഹായിക്കും. പിന്നെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനായിട്ടും പിന്നെ ക്യാൻസർ കോശങ്ങളെ തടയാനായിട്ടും സഹായിക്കും. ഇതിൻ്റെ തളിരില വേണം നമ്മൾ എടുക്കാനായിട്ട്. മൂത്ത ഇല എടുക്കരുത്, തളിരില അത് എടുത്ത് നമ്മൾ ചീരയൊക്കെ അരിയണ പോലെ തന്നെ ചെറുതാക്കി അരിയുക. പിന്നെ 2 വെളുത്തുള്ളിയും കൂടി വേണം, ഇതും കട്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ അരമുറി നാളികേരം, അതും ശരിക്കും വയ്ക്കുക. അതിന് ശേഷം നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ വയ്ക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ സവാള ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കും. അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ല ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഇല കൂടിയാണ്. ഇത് നമ്മൾ ഇടയ്ക്ക് ഒരു മാസത്തിലെങ്കിലും നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താന്ന് വെച്ചാൽ അത്രയും നല്ലതാണ്. അപ്പോൾ സബോളയൊക്കെ വളർന്നു വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിന് ആവശ്യത്തിനായിട്ടുള്ള മുളക് പൊടിയും കൂടി ചേർക്കാം. ഈ 2 പൊടികൾ മാത്രം നമ്മൾ ചേർക്കണുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം 2 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. അതും ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മൽബറി ഇല കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. ഇത് നമ്മൾ ചീരേനേക്കാളും കുറച്ചും കൂടി സമയം വേണമെന്ന് വെന്ത് വരാനായിട്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെറുക്കി വെച്ച നാളികേരം കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി നോക്കിയിട്ട് ചേർക്കാം. അപ്പോൾ ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാലും ഒരു ചീരയുടെ ഒക്കെ ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് വേറെ ടേസ്റ്റ് ഒന്നും നമുക്ക് തോന്നില്ല. കഴിക്കുമ്പോൾ ഇത് അറിയാത്ത ആർക്കെങ്കിലും ഉണ്ടാക്കി കൊടുക്കുകയെന്ന് വെച്ചാൽ ചീര എന്ന് തന്നെ തോന്നുള്ളൂ. അത് അത്രയും നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് ഡെയിലി അവരുടെ ഫുഡിൽ ഇതും കൂടി ഉൾപ്പെടുത്താന്ന് വെച്ചാൽ എഫക്റ്റീവായിട്ടുള്ളൊരു ഫുഡ് കൂടിയാണത്. നല്ല റിസൾട്ടും കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.